ഈ സ്ക്രിപ്റ്റ് കേട്ടിട്ടാണ് സിനിമയിൽ അഭിനയിച്ചത്. പൂർണ്ണമായും അവരുടെ അംഗീകാരത്തോടുകൂടി ആയിരിക്കണം ഈ പോസ്റ്ററുകൾ ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ എന്റെ സുഹൃത്ത് ഷിപ്പു പറഞ്ഞത് തന്നെ മോഹൻലാൽ മമ്മൂട്ടി എന്നല്ല പറഞ്ഞത്, മമ്മൂട്ടി മോഹൻലാൽ എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കറിയാം മമ്മൂട്ടി മുതൽ മണിക്കുട്ടൻ വരെ എന്നാണ് മാധ്യമങ്ങളെല്ലാം പറയുന്നത്. അപ്പൊ മമ്മൂട്ടിക്ക് മലയാള സിനിമയിലുള്ള ഒരു പ്രാധാന്യം എന്താണെന്നതിനെ കുറിച്ച് അറിയാം. ലാലേട്ടന് പ്രാധാന്യം ഇല്ല എന്ന് ഞാൻ പറയുന്നത്. പക്ഷേ മലയാള സിനിമയിൽ ഇപ്പോൾ ആ പോസ്റ്ററും അതുപോലെ തന്നെ ആ സ്റ്റിക്കറും വന്നതിൽ 100% തൃപ്തരാണ് ഞങ്ങളും. അതുപോലെ തന്നെ മലയാള സിനിമയിൽ സ്നേഹിക്കുന്ന എല്ലാവരും വിശ്വസിക്കുന്നതാണ്. ശ്രീ നിസാം വളക്കടവ്, ഒരു കാര്യം ചോദിച്ചോട്ടെ. നടുവിൽ മമ്മൂട്ടിക്ക് പകരം മോഹൻലാലും മമ്മൂട്ടി സൈഡിലുമായിരുന്നെങ്കിൽ താങ്കളുടെ അസോസിയേഷൻ ഇതേ ആരോപണം ഉന്നയിക്കുമായിരുന്നില്ലേ? ഒരിക്കലുമില്ല. ഞങ്ങൾ 100% അമ്മ എന്ന ഒരു താരസംഘടനയ്ക്ക് ഞങ്ങൾ സഹകരിക്കുന്നു. ഞാൻ പറയുമല്ലോ, ഒരു സ്റ്റിക്കറിനോ ഒരു പോസ്റ്ററിലോ ഒരാളുടെ പോസ്റ്റർ ചെറുതായിപ്പോ അല്ലെങ്കിൽ വലുതായിപ്പോ എത്രയോ സിനിമകളിൽ മമ്മൂക്കയുടെ പോസ്റ്റർ ചെറുതായിട്ടുണ്ട്. മമ്മൂക്ക നായകനായിട്ടുള്ള സിനിമകളിൽ പോലും ഞങ്ങളൊന്നും പ്രതിഷേധിച്ചിട്ടില്ലല്ലോ. ഞങ്ങൾ പ്രതിഷേധിക്കുന്നത് വ്യക്തിപരമായി അദ്ദേഹത്തിനെതിരെ വേറെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ വരുന്ന കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളിൽ ഒരു കാരണവശാലും ഈ സിനിമ നാളൊരു കാലത്ത് ഇനിയിപ്പോ ലാലേട്ടന്റെ മുഖചിത്രം വലുതായിട്ട് പ്രതികരിക്കുന്നില്ല. കാരണം അത് അവർക്കുള്ള കാര്യമാണ്. ഒരു കാരണവശാലും ഈ കാര്യങ്ങളിൽ ഫാൻസ് അസോസിയേഷൻ ഇടപെടരുത് എന്നാണ് ഞങ്ങളുടെ ഫാൻസ് അസോസിയേഷന്റെ സംസ്ഥാന ഭാരവാഹി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. ശ്രീ നിസാം വളക്കടവ്, തിരിച്ചു വരാം. ശ്രീ ഷിബു ശശി, പോസ്റ്റർ മാറ്റിയാലും ഇത് മാറ്റി പുതിയൊന്ന് ആക്കി കഴിഞ്ഞാലും കൂടി നിങ്ങൾ ഈ ഒരു തീരുമാനത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നില്ല എന്നാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കടുംപിടുത്തം? ചിത്രത്തിന്റെ വിജയത്തെ തന്നെ ഇത് ബാധിക്കില്ലേ? ഇതിപ്പം നിസാം പറഞ്ഞ പോലെ ഫസ്റ്റ് ഇപ്പം വന്ന പോസ്റ്ററിൽ ലാലേട്ടനെയാണ് നടുക്ക് നിർത്തിയിരുന്നു എങ്കിൽ പ്രതിഷേധം വരുമായിരുന്നു. ഇതിപ്പോൾ നമ്മൾ പ്രതിഷേധിച്ചത് കൊണ്ടായിരിക്കാം നിസാം അത് പ്രതിഷേധം പറയാത്തത്. ശ്രീ നിസാം, ഇത്തരത്തിൽ ഈ ഒരു ലാൽ ഫാൻസ് വിട്ടുനിൽക്കുന്ന ഈ ഒരു നടപടി ചിത്രത്തിന്റെ വിജയത്തെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമെന്ന ആശങ്ക മമ്മൂട്ടി ഫാൻസ് അസോസിയേഷനുണ്ടോ? ആശങ്ക സിനിമ റിലീസ് ചെയ്തതിനു ശേഷം നമുക്ക് അതിനെ കുറിച്ച് ചർച്ച ചെയ്യാം. പക്ഷെ ഇപ്പോൾ ഞങ്ങളുടെ മുന്നിലുള്ളത് ഈ സിനിമയെ എങ്ങനെ വിജയിപ്പിക്കാം. കാരണം ഇന്ത്യൻ സിനിമയിൽ തന്നെ അത്ഭുതമാണിത്. ഇത്രയും ആർട്ടിസ്റ്റുകൾ ഒരുമിച്ചുകൊണ്ട് ഏതാണ്ട് 10 മാസത്തിലധികമായി ഇത്രയും ആർട്ടിസ്റ്റുകൾ ഒരുമിച്ചുകൊണ്ട് ഒരു സിനിമ റിലീസായതിന്റെ പൂർണ്ണതയിൽ എത്തിയിരിക്കുകയാണ്. 5-ാം തീയതി പടത്തിന്റെ റിലീസാണ്. പക്ഷെ ഈ റിലീസ് ചെയ്യുമ്പോൾ എങ്ങനെ ഇപ്പൊ 7ഓളം പ്രമുഖ താരങ്ങൾ അഭിനയിച്ച സിനിമയാണ്. ഈ സിനിമ നമ്മൾ വിജയിപ്പിച്ചാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. എല്ലാവരും സഹിച്ച സിനിമയാണ്. അപ്പൊ അതുകൊണ്ട് ഈ വിജയപരാജയങ്ങൾ നമുക്ക് പിന്നീട് തീരുമാനിക്കാം. ആ സിനിമ വന്നതിന് തീരുമാനിക്കട്ടെ. പക്ഷേ ഈ 5-ാം തീയതി വരെ ഈ സിനിമയുടെ പരിപൂർണ്ണ വിജയത്തിനും അതുപോലെ തന്നെ സിനിമ റിലീസ് ചെയ്തായിരുന്നു ഈ സിനിമയ്ക്ക് വേണ്ടിയുള്ള പൂർണ്ണ പിന്തുണ മമ്മൂട്ടി ഫാൻസ് സംഘടനക്കാരും കേരളത്തിലെ എല്ലാ ജില്ലകളിലും നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ സിനിമയുടെ പരിപൂർണ്ണ വിജയത്തിനായി ഞങ്ങൾ സഹായിക്കും. നന്ദി ശ്രീ നിസാം വളക്കടവ് ഞങ്ങളോട് പ്രതികരിച്ചതിന്. തീർച്ചയായും ശ്രീ ഷിബു ശശി, നിസാം വളക്കടവ് പറഞ്ഞ പോലെ ഇതിലൊരു കൂട്ടായ്മയല്ലേ വേണ്ടത്? എല്ലാവരും ഒത്തൊരുമിച്ച് ഈ ഒരു ചിത്രം, അമ്മയുടെ ഈ ഒരു മെഗാ ചിത്രം, മലയാള സിനിമയിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത ഇത്തരം ഒരു സിനിമയെ കൂട്ടായ്മയിലൂടെ വിജയിപ്പിക്കുകയല്ലേ വേണ്ടത്? നമ്മളെ ഈ ചിത്രത്തെ തകർക്കുന്നതല്ല. നമ്മളിപ്പോ ലാലേട്ടനെ നടുക്കാക്കാമായിരുന്നു. അതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോ നേരത്തെ ജനറൽ സെക്രട്ടറി വിമൽകുമാർ പറഞ്ഞതുപോലെ ഇപ്പൊ യുവ താരങ്ങളിൽ പൃഥ്വിരാജിനെ കൂടി നിർത്തിക്കൊണ്ട് ഈ പോസ്റ്ററിൽ രണ്ടുപേർക്കും തുല്യ പ്രാധാന്യം കൊടുക്കാമായിരുന്നു. എന്നുവെച്ചാൽ മലയാളത്തിലെ പ്രധാന താരങ്ങളാണ് ഇവര്. മലയാളത്തിലല്ല, ഇന്ത്യൻ സിനിമയിലെ തന്നെ. അപ്പോഴും ആ രണ്ടുപേരെയും തുല്യ പ്രാധാന്യം കൊടുക്കാമായിരുന്നു. അതാണ് നമ്മൾ പ്രതിഷേധിക്കുന്നത്. അല്ലാതെ ചിത്രത്തെ നമ്മൾ തകർക്കാനോ അങ്ങനെ ഒരു ഇത് ചെയ്യുന്നില്ല. നമ്മൾ ചിത്രം കാണുന്നില്ലെന്ന് പറയുന്നത്. നമ്മൾ ചിത്രം കാണും, അല്ലാതെ ചിത്രത്തിന് വേണ്ട പ്രൊമോഷന് വേണ്ടിയുള്ള ഫ്ലെക്സോ ബാനറോ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യില്ല എന്നാണ് നമ്മുടെ കമ്മിറ്റിയുടെ തീരുമാനവും. കേരളത്തിലെ എല്ലാ തിയേറ്ററുകളിലും നമ്മുടെ സംഘടന യാതൊരു ഫ്ലെക്സ് ബോർഡുകളോ മറ്റൊരു കാര്യങ്ങളും ചെയ്യില്ല എന്നുള്ളതാണ് ഇതുവരെയുള്ളത് തീരുമാനിച്ചിട്ടുള്ളത്. ശ്രീ മോഹൻലാൽ തന്നെ ഈ പ്രശ്നത്തിൽ നേരിട്ട് ഇടപെട്ടാലും അസോസിയേഷന്റെ നിലപാട് മാറില്ലേ? ആലോചിച്ച് പറയാം. തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ ഷിബു ശശി.